ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. കാട്ടുജീവികളുടെ ഇടയിലേക്ക് മനുഷ്യൻ പാഞ്ഞുകയറി ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടമുണ്ടാക്കിയതാണ് വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങാൻ കാരണം. ഒക്ടോബർ 4 ലോക മൃഗദിനവും വന്യജീവി വാരാഘോഷവും കാട്ടുജീവികളുടെ സംരക്ഷണത്തിനാകണമെന്നതാണ് അലി മലപ്പുറത്തിന്റെ ഫോട്ടോ പ്രദർശനത്തിന്റെ ലക്ഷ്യം. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. അധ്യാപകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ നിരാഹാരമിരിക്കാൻ മുന്നിൽ താനുണ്ടാകുമെന്ന് ബിഷപ്പ് മാർ റെമീജിയസ് ഇഞ്ചനാനിയിൽ. ഭരണഭാഷ മലയാളമാക്കാൻ ശുപാർശ ചെയ്യുന്ന നിയമം നടപ്പിൽ വരുത്താത്തതിൽ പ്രതിഷേധിച്ച് സാംസ്കാരിക ലോകം നിസ്സഹകരണ സമരത്തിലേക്ക്. സ്ത്രീ ശാക്തീകരണം പൂർണ്ണതയിലെത്തിക്കാൻ സ്ത്രീകൾ തൊഴിൽ രംഗത്ത് സജീവമാകണമെന്ന് വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി കുൽസു. വാർത്തകൾ വിശദമായി. അധ്യാപകരുടെ ന്യായമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ താൻ നേരിട്ട് നിരാഹാര സമരത്തിനിറങ്ങുമെന്ന് താമരശ്ശേരി രൂപതാ ബിഷപ്പ് മാർ റെമീജിയോസ് ഇഞ്ചനാനിയിൽ. കേരള കാത്തോലിക് ടീച്ചേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് DDE ഓഫീസിന് മുന്നിൽ നടന്ന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വർഷങ്ങളായി തടഞ്ഞുവച്ചിരിക്കുന്ന നിയമനങ്ങൾക്ക് അടിയന്തരമായി അംഗീകാരം നൽകുക, നവ അധ്യാപകരുടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുക, അധ്യാപക വിദ്യാർത്ഥി അനുപാതം 1:30, 1:35 എന്നാക്കി പുനർനിർണയം ചെയ്യുക, പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കുക, എയ്ഡഡ് മേഖലയോടുള്ള വിവേചനം അവസാനിപ്പിക്കുക, പ്രൈമറി ഹയർ സെക്കൻഡറി സ്ഥാപന മേധാവികളുടെ ജോലിഭാരം ലഘൂകരിക്കുക, ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ സപ്പോർട്ടിംഗ് സ്റ്റാഫിനെ നിയമിക്കുക, 2014 ആരംഭിച്ച ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ അധ്യാപക തസ്തികകൾ സൃഷ്ടിക്കുക, നിയമനങ്ങൾക്ക് മുൻകൂർ അനുമതി വേണമെന്ന നിബന്ധന പിൻവലിക്കുക, സ്റ്റാഫ് ഫിക്സേഷൻ കാലതാമസമില്ലാതെ സമയബന്ധിതമായി നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് ആൻഡ് നോൺ അപ്രൂവ്ഡ് ടീച്ചേഴ്സ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ DDE ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. താമരശ്ശേരി രൂപതാ മെത്രാൻ മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരുടെ പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരമുണ്ടായില്ലെങ്കിൽ നിരാഹാരമടക്കമുള്ള സമരപരിപാടികൾക്ക് താൻ നേതൃത്വം നൽകുമെന്ന് രൂപതാ മെത്രാൻ പറഞ്ഞു. വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് കഴിയുമ്പോഴേക്കും സർക്കാർ ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകർക്ക് കുഞ്ഞുങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു തീരുമാനം അത് ഞങ്ങൾക്ക് ഈ പ്രശ്നം പ്രതിസന്ധിക്ക് ഒരു പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇപ്പോഴേ പ്രഖ്യാപിക്കുകയാണ്, അടുത്ത മനുഷ്യാവകാശ ദിനം ഡിസംബർ മാസം 2ാമത്തെ ആഴ്ച ഞാൻ 10-ാം തീയതി സെക്രട്ടേറിയറ്റ് പടിക്കൽ ഞാൻ ഉപവാസം ആരംഭിക്കും. അത് ഞാൻ ഈ സർക്കാരിന് മുന്നറിയിപ്പ് നൽകുകയാണ്. ആ ഉപവാസം കോഴിക്കോട് രൂപതാ മെത്രാൻ റൈറ്റ് റവറൻഡ് വർഗീസ് ചക്കാലക്കൽ അധ്യക്ഷം വഹിച്ചു. കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് സംസ്ഥാന പ്രസിഡന്റ് ജോഷി വടക്കൻ, താമരശ്ശേരി രൂപത പ്രസിഡന്റ് അഗസ്റ്റിൻ മടത്തിപ്പറമ്പിൽ, സംസ്ഥാന ഡയറക്ടർ ഫാദർ ജേക്കബ് പാലക്കപ്പള്ളി, കോർപ്പറേറ്റ് മാനേജർ മോൻ തോമസ് പരക്കൽ, റവറൻഡ് ഫാദർ സെബാസ്റ്റ്യൻ പുരയിടത്തിൽ, ബെന്നി ലൂക്കോസ്, ജോയ് സെബാസ്റ്റ്യൻ, ജോസഫ് കാര്യമറ്റം, MT തോമസ്, ആലീസ് PJ, ജൂബി അഗസ്റ്റിൻ, ജ്യോതിഷ് ചാക്കോ എന്നിവർ നേതൃത്വം നൽകി. രാഷ്ട്രീയ ലാഭത്തിനപ്പുറം മികച്ച വികസനത്തിന് ജനങ്ങളോടൊപ്പം വെൽഫെയർ പാർട്ടി കൂടെയുണ്ടാകുമെന്ന് വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി PK അബ്ദുറഹ്മാൻ. വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ കരിപ്പൂർ എയർപോർട്ട് സംരക്ഷണ ദിനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ കരിപ്പൂർ എയർപോർട്ട് സംരക്ഷണ ദിനം സംഘടിപ്പിച്ചു. കോഴിക്കോട് പുതിയ സ്റ്റാൻഡിൽ നടന്ന പരിപാടി വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി PK അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾ നടത്തുന്ന സമരത്തിൽ ജനപക്ഷത്ത് നിന്ന് പോരാടുമെന്ന് അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയ ലാഭത്തിനപ്പുറം ആത്മാർത്ഥമായി ഇതുമായി സഹകരിച്ച് സമരം ചെയ്യുന്ന എല്ലാ വിഭാഗത്തിന്റെ കൂടെയും വെൽഫെയർ പാർട്ടി സമരത്തിന് കൂടെ നിൽക്കും. വെൽഫെയർ പാർട്ടിയുടെ കൊടിയടയാളങ്ങൾ ഉയർത്തി കാണിച്ച് അവിടെ ഞങ്ങളുടെ മേന്മ നടിക്കാനല്ല, ഈ എയർപോർട്ട് നിലനിൽക്കണം. കണ്ണൂർ എയർപോർട്ടും നെടുമ്പാശ്ശേരി എയർപോർട്ടും സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടിയുള്ളതാണ്. എന്നാൽ പൊതുമേഖലയിലെ സംരംഭമാണ് കോഴിക്കോട് എയർപോർട്ട്. ഇത് ജനങ്ങളുടെ സ്വന്തം എയർപോർട്ടാണ്.
ഇതിനുവേണ്ടി ജനങ്ങൾ നടത്തുന്ന സമരത്തിൽ വെൽഫെയർ പാർട്ടി എന്നും കൂടെയുണ്ടാകും. ഭരണാധികാരികൾ ചിറ്റമ്മ നയമാണ് സ്വീകരിക്കുന്നത്. മലബാർ മേഖലയിലെ വികസനത്തിന് ചിറകുമുളച്ചുകൊണ്ടാണ് കരിപ്പൂർ വിമാനത്താവളം വന്നത്. എന്നാൽ ഇന്ന് പ്രവാസികളുടെ സ്വപ്ന സാക്ഷാത്കാരം നശിച്ചുകൊണ്ടിരിക്കുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പാണ് നടത്തുന്നത്. രാഷ്ട്രീയ ലാഭത്തിനപ്പുറം മികച്ച വികസനത്തിന് വെൽഫെയർ പാർട്ടി കൂടെയുണ്ടാകുമെന്നും PK അബ്ദുറഹ്മാൻ പറഞ്ഞു. പരിപാടിയിൽ MA അൻസാരി അധ്യക്ഷത വഹിച്ചു. അബ്ദുള്ള മാളിയേക്കൽ, റിനോൾഡ് ഇറ്റൂബ്, ഹാഷിം, തെക്കേത്ത് മമ്മ, മുസ്തഫ പാലാഴി തുടങ്ങിയവർ സംസാരിച്ചു. ഭരണഭാഷ മലയാളമാക്കാൻ ശുപാർശ ചെയ്യുന്ന നിയമം നടപ്പിൽ വരുത്താത്തതിൽ പ്രതിഷേധിച്ച് സാംസ്കാരിക ലോകം നിസ്സഹകരണ സമരം ആരംഭിക്കുന്നു. ഇതിന്റെ ഭാഗമായി കേരള പിറവി ദിനം ആഘോഷ പരിപാടികൾ ബഹിഷ്കരിക്കുമെന്ന് എഴുത്തുകാർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഭരണഭാഷ, കോടതി ഭാഷ എന്നിവ മലയാളമാക്കുക, മലയാളം നിർബന്ധിത ഒന്നാം ഭാഷയാക്കുക എന്നീ വകുപ്പുകൾ ഉൾക്കൊള്ളുന്ന മലയാള നിയമം നിയമസഭയിൽ അവതരിപ്പിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സാഹിത്യലോകം നിസ്സഹകരണ സമരം ആരംഭിക്കുന്നത്. ഇതിന്റെ ഭാഗമായി നവംബർ 1 കേരള പിറവി ആഘോഷ പരിപാടികൾ സാഹിത്യലോകം ബഹിഷ്കരിക്കും. ഭാഷാടിസ്ഥാനത്തിൽ കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടതിന് തൊട്ടടുത്ത വർഷം തന്നെ നിയമിച്ച കോമാട്ടിൽ അച്യുതമേനോൻ കമ്മിറ്റി ഭരണഭാഷ മലയാളമാക്കുന്നതിനുള്ള റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നാൽ 4.5 പതിറ്റാണ്ടുകൾക്ക് ശേഷവും ഭരണഭാഷാ മാറ്റം പൂർണ്ണമായിട്ടില്ല. IAS-ഉം IPS-ഉം ഉൾപ്പെടെയുള്ള അഖിലേന്ത്യാ സിവിൽ സർവീസ് പരീക്ഷകൾ മലയാളത്തിൽ എഴുതാമെങ്കിലും കേരളത്തിലെ പല PSC പരീക്ഷകളുടെയും മാധ്യമം ഇംഗ്ലീഷ് മാത്രമാണ്. പ്രൊഫഷണൽ കോഴ്സുകളുടെ പ്രവേശന പരീക്ഷകളുടെ കാര്യവും ഇതുതന്നെ. ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമാണ് മാതൃഭാഷാ വിരുദ്ധമായ ഈ നയം ഇപ്പോഴും തുടരുന്നതെന്ന് KP രാമനുണ്ണി, UK കുമാരൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കോഴിക്കോട് നിന്ന് KP രാമനുണ്ണി, UK കുമാരൻ, ഡോക്ടർ MN കാരശ്ശേരി, N പ്രഭാകരൻ, കൽപ്പറ്റ നാരായണൻ, വീരാൻകുട്ടി, KN കുഞ്ഞഹമ്മദ്, ഖദീജ മുംതാസ്, ഡോക്ടർ ആസാദ്, ഡോക്ടർ സോമൻ കടലൂർ, ഷിബു മുഹമ്മദ്, മുഹമ്മദ് പേരാമ്പ്ര, സുനിൽ അശോകപുരം, അഭിലാഷ് തിരുവോത്ത് തുടങ്ങിയവർ നിസ്സഹകരണ സമരത്തിൽ പങ്കെടുക്കും. സംഘടനാ രംഗത്തെ സ്ത്രീകളുടെ ശക്തിയും പ്രവർത്തനങ്ങളും കണ്ടുപഠിക്കാൻ ഹയർ ഗുഡ്സ് അസോസിയേഷന്റെ മാതൃകയാക്കണമെന്ന് വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P. കുൽസു. ഹയർ ഗുഡ്സ് അസോസിയേഷന്റെ വനിതാ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഇവർ. കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ 25ാം വനിതാ സമ്മേളനം ടാഗോർ സെന്റിനറി ഹാളിൽ നടന്നു. പരിപാടി സ്റ്റേറ്റ് പ്രസിഡന്റ് AP അഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തു. സംഘടനാ രംഗത്ത് സ്ത്രീകളുടെ പങ്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P. കുൽസു ക്ലാസ് എടുത്തു. സ്വന്തം സമ്പാദിച്ച് അധ്വാനിക്കുവാൻ സ്ത്രീകൾ ശ്രമിക്കണമെന്നും ഒരു സ്വയം തൊഴിൽ നിർബന്ധമായും കണ്ടെത്തണമെന്നും അവർ പറഞ്ഞു. സംഘടനാ രംഗത്തെ സ്ത്രീകളുടെ പങ്ക് എന്താണെന്ന് ഹയർ ഗുഡ്സ് അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾ കണ്ടുപഠിക്കണമെന്നും അത് നല്ലൊരു മാതൃകയാണെന്നും P. കുൽസു പറഞ്ഞു. സ്ത്രീകള് അന്തസ്സോടുകൂടി അഭിമാനത്തോടുകൂടി എനിക്കൊരു ജോലിയുണ്ട്, ഞാൻ ഇന്ന ജോലി ചെയ്യുന്നു, ഞാൻ ഇന്ന ബിസിനസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇന്ന സർക്കാർ ഓഫീസിൽ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഞാൻ ഇന്ന സ്കൂളിൽ പഠിപ്പിക്കുന്നു എന്ന് പറയുന്ന അങ്ങനെ ശമ്പളം പറ്റുന്ന സ്ത്രീകളെ കാണാനാണ് ഞാനടക്കമുള്ള ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്നത്. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, കേരളത്തിൽ അടുത്ത കാലത്തായി നല്ലൊരു ശതമാനം സ്ത്രീകൾ തൊഴിൽ രംഗത്തേക്ക് വരുന്നുണ്ടെങ്കിൽ പോലും മലബാർ ഏരിയ, ഞാൻ എടുത്തു പറയുകയാണ്, മലബാർ ഏരിയയിലെ സ്ത്രീകൾ കാര്യമായി ഈ മേഖലയിലേക്ക് വരുന്നില്ല എന്നുള്ള സത്യമാണ്. വനിതാ സമ്മേളനത്തിൽ വനിതാ വിംഗ് പ്രസിഡന്റ് കുൽസു അബു അധ്യക്ഷത വഹിച്ചു. വനിതാ വിംഗ് ജനറൽ സെക്രട്ടറി ലിജി ബാബു, ബീന വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ നികുതി അപ്പീൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T. മൊയ്തീൻ കോയ, കോർപ്പറേഷൻ കൌൺസിലർ കവിത അരുൺ തുടങ്ങിയവർ വിദ്യാർത്ഥികൾക്ക് അവാർഡ് വിതരണം ചെയ്തു. തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു. സംസ്ഥാനത്തെ ബസ്സുകളിൽ ഗ്ലോബൽ പൊസിഷനിംഗ് സിസ്റ്റം നടപ്പാക്കണമെന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശം സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുമ്പോൾ ഒരു സ്വകാര്യ ബസ് മാതൃകയാകുന്നു. യാത്രക്കാർക്ക് മാത്രമല്ല, സമൂഹത്തിനൊന്നാകെ തങ്ങളുടെ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്ന ചിന്തയിൽ നിന്നും MC സെയിൻ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സർവീസ് ആരംഭിക്കുകയാണ്. നാദാപുരം കൈവേലിയിൽ നിന്നും ഗുരുവായൂർ വരെ പോയിക്കൊണ്ടിരിക്കുന്ന ബസിന്റെ സർവീസ് ഫെബ്രുവരിയിൽ റദ്ദു ചെയ്തു. ഡീസൽ വില കുറഞ്ഞപ്പോൾ അതിന് ആനുപാതികമായി 10% ടിക്കറ്റ് നിരക്കിൽ ഇളവ് നൽകിയ സ്വകാര്യ ബസിന് പകരം ഈ റൂട്ടിൽ KSRTCക്ക് പെർമിറ്റും അനുവദിച്ചു. ബിൽ 8 മാസങ്ങൾക്ക് ശേഷം വീണ്ടും ബസിന് പെർമിറ്റ് അനുവദിച്ചപ്പോൾ എങ്ങനെ മാതൃകാപരമായി സർവീസ് നടത്താമെന്ന് കാണിച്ചു തരികയാണ് MC സെയിൻ എന്ന ബസിന്റെ സാരഥികൾ. CCTV, വൈഫൈ, GPS തുടങ്ങിയ സൌകര്യങ്ങൾ ബസ്സിലുണ്ട്. 30 ലക്ഷം രൂപ ചെലവിലാണ് ബസ് ഇറക്കിയിരിക്കുന്നത്. അപകടം കുറയ്ക്കാനും ഗതാഗതം സുഗമമാക്കാനും GPS നടപ്പാക്കണമെന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശം സംസ്ഥാനത്ത് അട്ടിമറിക്കപ്പെടുമ്പോൾ GPS സംവിധാനമുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ ബസ്സാണ് MC സെയിൻ. ബസ് എവിടെയാണ്, എത്ര കിലോമീറ്ററിൽ ഇറങ്ങുന്നു എന്നതുൾപ്പെടെയുള്ള മുഴുവൻ വിവരങ്ങളും യാത്രക്കാർക്കും പോലീസിനും ആപ്ലിക്കേഷൻ വഴി ലഭ്യമാകും. കൂടാതെ ബസ് യാത്ര പുനരാരംഭിക്കുമ്പോൾ പ്രായം ചെന്നവർക്ക് പ്രത്യേക പരിഗണനയുമുണ്ട്. യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും പരമാവധി സേവനങ്ങൾ നൽകിക്കൊണ്ട് തന്നെ ബസ് സർവീസ് ലാഭകരമായി നടത്താനാകുമെന്ന് തെളിയിക്കുകയാണ് MC സെയിൻ ഉടമ കേച്ചേരി സ്വദേശി MC യൂസഫ്.
സഞ്ചാരം തുടങ്ങുന്ന ദിവസം മുതൽ ഈ വാഹനത്തിൽ കയറുന്ന 75 വയസ്സിന് മുകളിലുള്ള എല്ലാ യാത്രക്കാർക്കും സൗജന്യ യാത്രയാണെന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ബസ് സർവീസ് വീണ്ടും ആരംഭിക്കുന്നതിന്റെ മുന്നോടിയായി ബസ് ജീവനക്കാർ ഒരു ദിവസം മുഴുവൻ വെള്ളിമാടുകുന്നിലെ വൃദ്ധസദനത്തിലെ അന്തേവാസികൾക്ക് ഭക്ഷണം നൽകിയും അവരെ കളക്ടറുടെ ചേംബറിലെത്തിച്ചും കോഴിക്കോട് കടപ്പുറം കാണാൻ കൊണ്ടുപോയുമെല്ലാം സന്തോഷിപ്പിച്ചു. വാർത്തയിൽ ഒരിടവേള. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. Apollo Gold, Kozhikode, Tirur, Manjeri, Vadagara, Kannur. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ജെംസ്റ്റോൺ ജ്വല്ലറി ഫെസ്റ്റിവൽ. അമൂല്യരത്നങ്ങളും അൺകട്ട് ഡയമണ്ടുകളും കോർത്തിണക്കിയ ഓണപ്പൂക്കൾ പോലെ മനോഹരമായ ആഭരണങ്ങൾ. അണിയൂ ഓണത്തിന്റെ വർണ്ണപ്പൊലിമ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. രാജ്യത്തെ സംഘപരിവാർ സംഘടനകൾ ഭരണഘടനയെ മാനിക്കാതെ മതത്തിന്റെ പേരിൽ രാജ്യത്ത് ചേരിതിരിവുണ്ടാക്കുകയാണെന്ന് മഹാരാഷ്ട്രയിലെ CPI ദേശീയ കൌൺസിൽ അംഗം സ്മിത പൻസാരെ. ഫാസിസ്റ്റ് ഭീകരതയ്ക്കെതിരെ ഗാന്ധി മുതൽ കൽബുർഗി വരെ എന്ന മുദ്രാവാക്യവുമായി AYIF സംഘടിപ്പിച്ച സാംസ്കാരിക ഐക്യമുന്നണി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ഗാന്ധിജിയുടെ ചിത്രത്തിൽ ഹാരാർപ്പണം നടത്തുന്നവരിൽ പലരും ഗാന്ധിജിയുടെ ആശയങ്ങളെ കുഴിച്ചുമൂടുകയാണ്. രാജ്യത്ത് നല്ല കാലം വരുന്നെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നതെങ്കിലും യഥാർത്ഥത്തിൽ നല്ല കാലം വരുന്നത് വൻകിട കമ്പനികൾക്കാണ്. ഹിന്ദുക്കളുടെ സംരക്ഷണം എന്ന് പറഞ്ഞ് സനാതൻ സൻസ്ഥാൻ പോലുള്ള വർഗീയ സംഘടനകൾ മഹാരാഷ്ട്രയിൽ ആയുധ പരിശീലനം നടത്തി ബോംബുകളും മറ്റും ഉണ്ടാക്കുകയാണ്. ഭരണഘടനയെ തള്ളിക്കളഞ്ഞ് ഭഗവത്ഗീതയെ വേദമായി കരുതുകയാണവർ. ഇത്തരത്തിലുള്ള മതാന്ധത രാജ്യത്ത് അപകടം വിതയ്ക്കും. രാജ്യത്തെ സാമൂഹിക വ്യവസ്ഥിതിയെ ഇല്ലാതാക്കി ഇവർ നാടിനെ പിറകോട്ട് കൊണ്ടുപോവുകയാണ്. वो खाली गांधी जी की प्रतिमा का पूजन कर रहे, उन्हें हार अर्पण कर रहे, लेकिन उनके विचारों का दफन कर रहे उन लोगों को गांधी का नाम लेने का. സാംസ്കാരിക ഐക്യമുന്നണിയുടെ ഭാഗമായി നാടൻപാട്ടുകളുടെ അവതരണം, ചിത്രകാരന്മാരുടെ കൂട്ടായ്മ, കവി സമ്മേളനം എന്നിവ നടന്നു. AIYF ജില്ലാ പ്രസിഡന്റ് അജയ് ആവള അധ്യക്ഷത വഹിച്ചു. AIYF ദേശീയ വൈസ് പ്രസിഡന്റ് ഗിരീഷ് ആനന്ദ്, സ്മിത പൻസാരയുടെ ഭർത്താവും CPI നേതാവുമായ ബൻസിൽ സത്പുത്ത്, AIYF സംസ്ഥാന വൈസ് പ്രസിഡന്റ് P അജയ്കുമാർ, VT സുരേഷ്, അനിൽ തിരുവോത്ത്, IV ശശാങ്കൻ, TV ബാലൻ, PK ബിജിത് ലാൽ, KP പവിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു. P ഗവാസ് സ്വാഗതവും KP വിനൂപ് നന്ദിയും പറഞ്ഞു. AIYF കൊടുവള്ളി മണ്ഡലം കമ്മിറ്റി, വിപകലാസാഹിതി ജില്ലാ കമ്മിറ്റി, AISF ജില്ലാ കമ്മിറ്റി, കേരള യുക്തിവാദി സംഘം. കോഴിക്കോട് പോലീസ് ക്ലബ്ബിൽ മോഡൽ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ പാവനിർമ്മാണ കളരിയും ശില്പശാലയും സംഘടിപ്പിച്ചു. കോഴിക്കോട് ട്രാഫിക് CI MK ഭരതൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മോഡൽ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ പാവനിർമ്മാണ കളരിയും ശില്പശാലയും സംഘടിപ്പിച്ചു. പരിപാടി കോഴിക്കോട് ട്രാഫിക് CI MK ഭരതൻ ഉദ്ഘാടനം ചെയ്തു. കൃഷ്ണകുമാർ കീഴ്ശ്ശേരി പാവനിർമ്മാണ ക്ലാസുകൾ എടുത്തു. ബോർഡിൽ പാവയുടെ രൂപരേഖ വരച്ചും പാട്ടുപാടിയുമായിരുന്നു വിദ്യാർത്ഥികളുടെ പാവനിർമ്മാണം. കൌതുകത്തോടെ ചിത്രങ്ങൾ വരച്ച് തമാശയിലൂടെ കാര്യങ്ങൾ പറഞ്ഞ് വളരെ ലളിതമായ ക്ലാസുകളായിരുന്നു സംഘടിപ്പിച്ചത്. മോഡൽ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ സെന്ററിന്റെ ചാലപ്പുറം, വടകര, രാമനാട്ടുകര, കുന്നമംഗലം, കൊയിലാണ്ടി തുടങ്ങിയ സെന്ററുകളിലെ വിദ്യാർത്ഥികൾക്കായാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. പരിപാടിയിൽ മോഡൽ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ സെന്റർ പ്രിൻസിപ്പൽ ശ്യാമള അധ്യക്ഷത വഹിച്ചു. ഇതിലൂടെ വ്യത്യസ്തതയാർന്ന പലതരത്തിലുള്ള ഒരുപാട് പാവകൾ ഉണ്ടാക്കാനും ആ പാവകളിലൂടെ, അതായത് ഓരോ ടോപ്പിക്കുകളും, ഇപ്പോൾ പ്രീ പ്രൈമറി മേഖലകളിലുള്ള ഓരോ തീമുകളാണെങ്കിൽ അത് അവരുടെ ക്ലാസ്സുകളിൽ അത് വർക്കൗട്ട് ആക്കാനും അവർക്ക് ഇത് ടീച്ചിങ് എയ്ഡ്സ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് ക്ലാസ് നല്ല രീതിയിൽ എടുക്കാനും അത് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാനും ഒക്കെ സഹായകമാകുന്ന ഒരു ക്ലാസ്സാണ് ഇത്. പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ സെൻ്ററായ മോഡൽ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ സെൻറ്റർ ഇവർക്ക് നൽകുന്ന ഒരു ക്ലാസ്സാണ്. ഇതുകൊണ്ട് തന്നെ അവർക്ക് വളരെയധികം നല്ല രീതിയിലുള്ള മികച്ച നിലവാരം സ്കൂളുകളിൽ
അവരുടെ പ്രൊഫഷനിൽ തന്നെ നല്ല രീതിയിൽ കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് മോഡൽ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ സെന്ററിന്റെ മോണ്ടിസോറി ട്രെയിനർ അനീഷ പി, മോഡൽ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ സെന്റർ അധ്യാപിക ലസിന, കേരള എഡ്യൂക്കേഷൻ കൌൺസിൽ ഡയറക്ടർ കെ സതീശൻ, വിദ്യ, ഹൈഫ, ജെസി തുടങ്ങിയവർ സംസാരിച്ചു. ആഴ്ചവട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കൺവെൻഷൻ സെന്ററിന് മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ പേര് നൽകി. നാമകരണ ചടങ്ങ് മേയർ AK പ്രേമജം ഉദ്ഘാടനം ചെയ്തു. കൌൺസിലർ C മോയിൻകുട്ടി അധ്യക്ഷനായിരുന്നു. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P ഉഷാദേവി മുഖ്യപ്രഭാഷണം നടത്തി. S ശോഭന, മുഹമ്മദ്, ഷുഹൈബ്, P രാധാകൃഷ്ണൻ, KM പങ്കജം, പ്രബിൻ എന്നിവർ സംസാരിച്ചു. സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വളരെ പ്രാമുഖ്യം നൽകിക്കൊണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ആവശ്യമായ പ്രവർത്തനം കണ്ണ് വെച്ചൊരു പ്രത്യേക പരിപാടിയായിട്ടാണ് ഞങ്ങൾ ഇരുവരുടെയും മനസ്സിലുള്ളത്. കാരണം രണ്ടുപേരും ഞങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ഒരു സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ, അത് കോളേജായിക്കോട്ടെ സ്കൂളായിക്കോട്ടെ, എന്തൊക്കെയാണ് പരിമിതികളെന്ന് കൃത്യമായിട്ട് ഞങ്ങളുടെ മനസ്സിൽ വർഷങ്ങൾക്ക് മുമ്പേ കുറിച്ചിട്ട കാര്യം. പെരുവയൽ പഞ്ചായത്തിൽ ഇനി മുതൽ സേവനങ്ങൾ ഹൈടെക് സംവിധാനങ്ങളോടെ അതിവേഗതയിൽ ലഭ്യമാവും. സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ പുതിയ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസുമായി സഹകരിച്ച് കോഴിക്കോടിന്റെ വികസന സ്വപ്നങ്ങൾ എന്ന സെമിനാറും നടന്നു. സേവനം വേഗതയിലും സുതാര്യമാക്കുവാൻ പെരുവയൽ ഗ്രാമപഞ്ചായത്തിൽ 3 സംവിധാനങ്ങളാണ് ഒരുങ്ങിയത്. കെട്ടിട നികുതി പേയ്മെന്റ് സിസ്റ്റം, ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഓൺലൈൻ വഴിയാക്കൽ, പേപ്പർലെസ്സോടുകൂടിയ ഫയൽ ട്രാക്കിംഗ് സിസ്റ്റം എന്നീ സംവിധാനങ്ങളാണ് പെരുവയലിൽ തുടക്കമിട്ടത്. ജില്ലയിൽ ഇത്തരമൊരു സംവിധാനം ഒരുക്കുന്ന ആദ്യ ഗ്രാമപഞ്ചായത്താണ് പെരുവയൽ. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് ഗ്രാമപഞ്ചായത്തുമായി സഹകരിച്ച് നടത്തിയ വികസന സെമിനാറോടനുബന്ധിച്ചാണ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ പെരുവയൽ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന 3 പദ്ധതികളുടെയും ഉദ്ഘാടനം നിർവഹിച്ചു. അതുകൂടി വന്നാൽ ആദ്യം അത് ചെയ്യുന്ന പഞ്ചായത്തും പെരുവയൽ പഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്തിലെ സർക്കാർ വിദ്യാലയങ്ങളെ സ്മാർട്ട് സ്കൂളാക്കി മാറ്റുന്നതിനുള്ള പദ്ധതിക്കും തുടക്കമായി. മാധ്യമപ്രവർത്തകൻ A സജീവൻ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ഖാദർ പാലാഴി, ജില്ലാ പഞ്ചായത്ത് അംഗം ദിനേശ് പെരുമണ്ണ, P മാധവദാസ്, PK ഷറഫുദ്ദീൻ, AK വിശ്വനാഥൻ, CK ഫസീല, കുന്നമ്മൽ സുലൈഖ, അനീഷ് പാലാട്ട് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഫയലുകളുടെ പുരോഗതിയും ഓഫീസിൽ നിന്നും ലഭ്യമാകുന്ന സേവനങ്ങളെക്കുറിച്ചും ക്ഷേമ പദ്ധതികളെക്കുറിച്ചും അറിയുന്നതിന് ടച്ച് സ്ക്രീൻ സംവിധാനവും പഞ്ചായത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഫ്രണ്ട് ഓഫീസിന് മുൻപിൽ മുൻഗണന ഉറപ്പാക്കുവാൻ ടോക്കൺ മെഷീനും പൊതുജനത്തിനായി വായനാമൂലയും ടെലിവിഷനും കുടിവെള്ളവും പരാതിപ്പെട്ടിയുമെല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട്. കൊയിലാണ്ടിയിൽ വീണ്ടും കവർച്ച. പൊയിൽക്കാവിൽ കടകുത്തി തുറന്നാണ് മോഷണം. അത്തോളി സ്വദേശി ജംഷീനയുടെ ഉടമസ്ഥതയിലുള്ള റോയൽ കാർസിലാണ് മോഷണം നടന്നത്. വടകരയിൽ നിന്ന് ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. കൊയിലാണ്ടിയിൽ പൊയിൽക്കാവ് ടൌണിൽ ഷോപ്പ് കുത്തിത്തുറന്നാണ് വൻ കവർച്ച നടന്നത്. അത്തോളി സ്വദേശി ജംഷീനയുടെ ഉടമസ്ഥതയിലുള്ള റോയൽ കാർ എന്ന സ്ഥാപനത്തിലാണ് കവർച്ച. കാറിന്റെ വിവിധ സെക്യൂരിറ്റി സംവിധാനം വിൽക്കുന്ന കടയിലാണ് മോഷണം നടന്നത്. വിലപിടിപ്പുള്ള ഉപകരണങ്ങളും സൌണ്ട് സിസ്റ്റം, LED സിസ്റ്റം, വിദേശീനം കാറിന്റെ വാഷിംഗ് മെറ്റീരിയൽ, CCTV എന്നിവ റാക്കിൽ നിന്നുമാണ് കവർച്ച നടത്തിയത്. ഷോപ്പിന്റെ ഷട്ടർ കല്ലുകൊണ്ട് തകർത്താണ് കളവ് നടത്തിയതായി പോലീസ് പറയുന്നത്. 2 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ഉടമ പറഞ്ഞു. കൊയിലാണ്ടി പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ വടകരയിൽ നിന്നും ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചു. കേരള പ്രൈവറ്റ് മെഡിക്കൽ ടെക്നീഷ്യൻസ് അസോസിയേഷൻ പഠന ശില്പശാലയ്ക്ക് തുടക്കമായി. എയിംസ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു. അളകാപുരയിലാണ് 2 ദിവസത്തെ ശില്പശാല നടക്കുന്നത്. കേരള പ്രൈവറ്റ് മെഡിക്കൽ ടെക്നീഷ്യൻസ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 2 ദിവസത്തെ പഠന ശില്പശാല കോഴിക്കോട്ടാണ് നടക്കുന്നത്. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ കുതിച്ചുചാട്ടങ്ങളുടെ ഫലമായി രോഗനിർണയത്തിൽ വന്നിട്ടുള്ള നൂതന പ്രവണതകളും ഒപ്പം ആഗോള സാമ്പത്തിക താൽപര്യങ്ങൾ ചെറുകിട സംരംഭങ്ങളിൽ ചെലുത്തുന്ന നിർണായക സ്വാധീനങ്ങളും മെഡിക്കൽ ടെക്നീഷ്യൻ മേഖലയെ സാരമായി ബാധിച്ചിട്ടുണ്ടെന്ന് ശില്പശാലയിൽ പങ്കെടുത്തവർ പറഞ്ഞു. ലാബുകളുടെ ഗുണനിലവാരം വർദ്ധിപ്പിച്ച് ഇത്തരം ഭീഷണികളെ അതിജീവിക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് ഈ വിദ്യാഭ്യാസ പരിപാടി കൊണ്ട് സംഘടന ലക്ഷ്യമിട്ടത്. എയിംസ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ വാസുദേവൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. സംഘടന സംസ്ഥാന വൈസ് പ്രസിഡന്റ് അസ്ലാം മെഡിനോവ അധ്യക്ഷനായിരുന്നു. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ PC കിഷോർ, A ഗിരീശൻ, ഡോക്ടർ J വിജയകുമാർ, K ബാബു എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. വന്യജീവി സംരക്ഷണവും പശ്ചിമഘട്ടത്തിന്റെ പ്രാധാന്യവും വ്യക്തമാക്കി ആർട്ട് ഗ്യാലറിയിൽ മലപ്പുറം മക്കരപ്പറമ്പ് സ്വദേശി മുഹമ്മദ് അലിയുടെ ചിത്രപ്രദർശനം സംഘടിപ്പിച്ചു. പ്രകൃതി സംരക്ഷണവും വന്യജീവികളെക്കുറിച്ചുള്ള ബോധവൽക്കരണവുമാണ് ഫോട്ടോ പ്രദർശനത്തിലൂടെ ലക്ഷ്യമിടുന്നത്.
കാടിന്റെ മനസ്സറിഞ്ഞ് അലി പകർത്തിയ ചിത്രങ്ങൾ വന്യജീവി സംരക്ഷണത്തിനും പശ്ചിമഘട്ടത്തിന്റെ പ്രാധാന്യവും വ്യക്തമാക്കുന്നവയാണ്. ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറി തുടങ്ങിയ മലപ്പുറം മക്കരപ്പറമ്പ് സ്വദേശി മൂഴിക്കൽ മുഹമ്മദ് അലിയുടെ ചിത്രപ്രദർശനത്തിൽ കാട്ടിലെ ജീവന്റെ തുടിപ്പും സൌന്ദര്യവും അലിഞ്ഞു ചേർന്നിരിക്കുന്നു. ഇരവികുളം നാഷണൽ പാർക്ക്, നെല്ലിയാമ്പതി, അതിരപ്പിള്ളി, വാഴച്ചാൽ, വയനാട് വന്യജീവി സങ്കേതം, തേക്കടി, പറമ്പിക്കുളം കടുവാ സങ്കേതം, കർണാടകയിലെ ബന്ദിപ്പൂർ, നാഗർഹോള ടൈഗർ റിസർവ്, തമിഴ്നാട്ടിലെ ആനമലൈ, ഗുജറാത്തിലെ ഗീർവനം എന്നിവിടങ്ങളിൽ നിന്നെടുത്ത ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. ഹനുമാൻ ലങ്കൂറിന്റെയും നീലഗിരി ലങ്കൂറിന്റെയും സങ്കര ഇനമായ അപൂർവ ഇനം കുരങ്ങിന്റെ ചിത്രവും പ്രദർശനത്തിലുണ്ട്. പ്രകൃതി സംരക്ഷണവും വന്യജീവികളെക്കുറിച്ചുള്ള ബോധവൽക്കരണവുമാണ് ചിത്രപ്രദർശനത്തിലൂടെ അലി ലക്ഷ്യമിടുന്നത്. അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് PK കേശവൻ ഫോട്ടോ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. പ്രദർശനം ഈ മാസം 6 വരെ തുടരും. വാർത്തകളിൽ ഒരിടവേള കൂടി. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. വാർത്തകൾ തുടരുന്നു. പൊതുമന്ദിരങ്ങൾക്ക് അന്തരിച്ച പൊതുപ്രവർത്തകരുടെ പേര് നൽകുന്നത് കേരളത്തിന്റെ മഹനീയമായ പാരമ്പര്യമാണെന്ന് പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ. കൊയിലാണ്ടി നഗരസഭ ടൌൺഹാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊയിലാണ്ടി നഗരസഭ നിർമ്മിച്ച EMS സ്മാരക ടൌൺ ഹാൾ പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കെട്ടിടത്തിന് കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയായ EMSന്റെ പേര് നൽകിയത് അഭിനന്ദനാർഹമാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. കേരളത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ നിസ്തുലമായ പങ്കുവഹിച്ച മഹാനാണ് EMS. സംസ്ഥാനത്തെ വിവിധ നഗരസഭകളും കോർപ്പറേഷനുകളും നിർമ്മിച്ച സ്ഥാപനങ്ങൾക്ക് മുൻ മുഖ്യമന്ത്രിമാരുടെ പേര് നൽകുന്നത് സ്വാഭാവികമാണ്. തൃശൂരിൽ പുതുതായി നിർമ്മിച്ച ടൌൺ ഹാളിന് K. കരുണാകരന്റെ പേരാണ് നൽകിയത്. സംസ്ഥാനത്തെ ഒട്ടേറെ പൊതുകെട്ടിടങ്ങൾ മുൻ മുഖ്യമന്ത്രിമാരായ CH മുഹമ്മദ് കോയയുടെ നാമധേയത്തിലുണ്ട്. അച്യുതാനന്ദ മേനന്റെയും EK നായനാരുടെയും നാമധേയത്തിലും പൊതുകെട്ടിടങ്ങളുണ്ട്. ഇതൊന്നും CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ ഇതുവരെ എതിർത്തിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പൊതുമന്ദിരങ്ങൾക്ക് അന്തരിച്ച പൊതുപ്രവർത്തകരുടെ പേര് നൽകുന്നത് കേരളത്തിന്റെ മഹനീയ പാരമ്പര്യമാണ്. അവിടെ സങ്കുചിത രാഷ്ട്രീയം കാണേണ്ട കാര്യമില്ലെന്നും കോടിയേരി പറഞ്ഞു. നഗരസഭാ അധ്യക്ഷ K. ശാന്ത അധ്യക്ഷം വഹിച്ചു. മിനി ഓഡിറ്റോറിയം K. ദാസൻ MLA ഉദ്ഘാടനം ചെയ്തു. CK നാണു MLA, പന്തലായിനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TV. ചന്ദ്രഹാസൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ K. ജീവാനന്ദൻ, T. സുരേഷ്, അനിത മതിലിച്ചേരി, അഡ്വക്കേറ്റ് KK ലക്ഷ്മിബായ്, നഗരസഭാ സ്ഥിരം സമിതി ചെയർമാൻമാരായ KA ഇന്ദിര, K. ഓമന, TK രാജേഷ്, PK ബാലകൃഷ്ണൻ, നഗരസഭാ സെക്രട്ടറി ഷെറിൻ ഐറിൻ സോളമൻ, മുൻ MLA P. വിഷൻ, CPM ജില്ലാ സെക്രട്ടറി P. മോഹനൻ, കൌൺസിലർമാർ, മുനിസിപ്പൽ എഞ്ചിനീയർമാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ടൌൺഹാൾ കെട്ടിടത്തിന് മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ പേരിടാത്തതിൽ പ്രതിഷേധിച്ച് UDF ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിച്ചു. UDFനും LDFനും BJPക്കും ബദലായി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നിർണായക ശക്തിയായി മുന്നേറ്റം നടത്താൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഒരുക്കം തുടങ്ങി. പാർട്ടി നേതൃ കൺവെൻഷൻ ശിക്ഷക് സദനിൽ ചേർന്നു. ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കൊമ്മേരി അധ്യക്ഷം വഹിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ശക്തി തെളിയിക്കാൻ SDPI ജില്ലയിൽ മുന്നൊരുക്കം ആരംഭിച്ചു. ശിക്ഷക് സദനിൽ നടന്ന ജില്ലാ നേതൃയോഗത്തിൽ സ്ഥാനാർത്ഥികളുടെ പ്രഥമ പട്ടിക പ്രഖ്യാപിച്ചു. ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക്, മുനിസിപ്പൽ കോർപ്പറേഷൻ, ഗ്രാമപഞ്ചായത്തുകളിലെ 427 വാർഡുകളിലാണ് പാർട്ടി മത്സരിക്കുന്നത്. ജില്ലാ പഞ്ചായത്തിലെ അഴിയൂർ, നാദാപുരം, കട്ടിപ്പാറ, ഈങ്ങാപ്പുഴ, ഓമശ്ശേരി, കടലുണ്ടി, പന്തീരങ്കാവ്, കുന്നമംഗലം, മടവൂർ, നരിക്കുനി, ഉള്ളേരി, മേപ്പയൂർ, ചേറോട് ഡിവിഷനുകളിൽ പാർട്ടിക്ക് ജയപരാജയങ്ങൾ നിർണ്ണയിക്കാനുള്ള വോട്ട് ബാങ്കാണ്. കോഴിക്കോട് കോർപ്പറേഷനിൽ മാറാട്, ബേപ്പൂർ, അരക്കണർ, നല്ലളം, അരീക്കാട്, കൊമ്മേരി, കിണാശ്ശേരി, പയ്യാനക്കൽ, ചക്കുംകടവ്, കപ്പക്കൽ, മുഖദാർ, കുറ്റിച്ചിറ, വെള്ളയിൽ, പുതിയങ്ങാടി, എരത്തൂർ, വെങ്ങാലി, ചെറുപറ്റ, മൂഴിക്കൽ, മായനാട് ഡിവിഷനുകളിൽ മത്സരിക്കുവാനാണ് പാർട്ടി തീരുമാനം. ഫാറൂഖ്, മുക്കം, കൊയിലാണ്ടി, കൊടുവള്ളി, പയ്യോളി, വടകര മുനിസിപ്പാലിറ്റികളിലെ നിരവധി വാർഡുകളിലും SDPI മത്സരിക്കുന്നുണ്ട്. മത്സരിക്കുന്ന ജില്ലാ, ബ്ലോക്ക് പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും ഒക്ടോബർ 9-നകം പ്രഖ്യാപിച്ച് പ്രചരണ രംഗത്ത് ഇറങ്ങാനാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. കണ്ണട ചിഹ്നത്തിലാണ് ഇത്തവണ പാർട്ടി മത്സരിക്കുന്നത്. അഴിമതിരഹിത ജനകീയ ഭരണത്തിന്, നാടിന്റെ സമഗ്ര വികസനത്തിന് SDPI വിജയിപ്പിക്കണമെന്ന് പാർട്ടി ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കൊമ്മേരി പറഞ്ഞു. LDFനും UDFനും BJPക്കും ബദലായി നിരവധി വാർഡുകളിൽ നിർണായക ശക്തിയായി SDPI മുന്നേറ്റം നടത്തുമെന്ന് നേതാക്കൾ പറഞ്ഞു.
ശിക്ഷസദനിൽ നടന്ന നേതൃയോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കൊമേരി അധ്യക്ഷം വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി റോയ് അറക്കിൽ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന നിരീക്ഷകൻ കെ സാദത്ത് മാസ്റ്റർ, ജില്ലാ ജനറൽ സെക്രട്ടറി കെ ഷുക്കൂർ മാസ്റ്റർ, നജീബ് അത്തോളി, സാലിം മഴിയൂർ, സലീം കാരാടി, VA മജീദ്, KP ഗോപി, UK ഡെയ്സി, NK സുഹറാബി, K ജലീൽ സക്കാഫി, PT കുട്ടിയാലി, E നാസർ, K കുഞ്ഞാലി, മുസ്തഫ കാവലാട് വിവിധ മണ്ഡലങ്ങളെ പ്രതിനിധീകരിച്ചും നേതാക്കൾ യോഗത്തിൽ സംബന്ധിച്ചു. ഒക്ടോബർ 9 വൈകിട്ട് 3 മണിക്ക് കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ സ്ഥാനാർത്ഥി സംഗമവും ഒക്ടോബർ 11 വാർഡ് തിരഞ്ഞെടുപ്പ് സമ്മേളനം നടത്തുവാനും യോഗം തീരുമാനിച്ചു. ജെയിൻസ് ഇന്റർനാഷണൽ കോഴിക്കോട് ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് നഗരത്തിലെ ഗതാഗത സംവിധാനം എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. ജില്ലാ സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്ന പരിപാടിയിൽ സാമൂഹിക, രാഷ്ട്രീയ, സാങ്കേതിക മേഖലകളിലെ പ്രമുഖർ പ്രഭാഷണം നടത്തി. കോഴിക്കോട് നഗരത്തിലെ ഗതാഗത സംവിധാനം എന്ന വിഷയത്തെപ്പറ്റി ജയൻസ് ഇന്റർനാഷണൽ കോഴിക്കോട് ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. ജില്ലാ സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്ന സെമിനാർ ഡെപ്യൂട്ടി മേയർ പ്രൊഫസർ അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. ജയൻസ് ഇന്റർനാഷണൽ ഫെഡറേഷൻ വൈസ് പ്രസിഡന്റ് വിജയൻ KK, ജയൻസ് ഇന്റർനാഷണൽ കോഴിക്കോട് ഗ്രൂപ്പ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ P, ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ എഞ്ചിനീയർ U വേണുഗോപാൽ, ബാസി മലാപ്പറമ്പ്, മുൻ മേയർ M ഭാസ്കരൻ, റിട്ടയർഡ് പോലീസ് സൂപ്രണ്ട് N സുഭാഷ് ബാബു, ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ ചീഫ് എഞ്ചിനീയർ ഗോപാലകൃഷ്ണൻ, നാഷണൽ ഹൈവേ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഹൈദ്രു EK, അനീഷ് രാമാനുജം എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ബേപ്പൂർ ശിവപുരിയിൽ അംഗനവാടി കെട്ടിടവും ഓഡിറ്റോറിയവും പ്രവർത്തന സജ്ജമായി. 47ാം ഡിവിഷൻ കൌൺസിലർ P ജലജ, മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ P മാധവദാസ് എന്നിവർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ബേപ്പൂരിലെ ശിവപുരി അംഗൻവാടി കെട്ടിടവും ഓഡിറ്റോറിയവും ഉദ്ഘാടനം ചെയ്തു. 47ാം ഡിവിഷൻ കൌൺസിലർ P ജലജ ഓഡിറ്റോറിയത്തിന്റെയും മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ P മാധവദാസ് കെട്ടിടത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. ശിവപുരി അംഗൻവാടി വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ സ്വരൂപ് ശിവപുരി, ശിവപുരി അംഗൻവാടി വെൽഫെയർ കമ്മിറ്റി കൺവീനർ മുരളി ബേപ്പൂർ, അന്നങ്ങാട്ട് കാർത്തികേയൻ, ബബിത കലായി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഓരോരുത്തരും എന്ന് നമ്മളെ അംഗനവാടി ഒഴിപ്പിക്കുമെന്ന് വിചാരിച്ച് പേടിച്ചു നിൽക്കുന്ന അംഗനവാടികളുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസരത്തിൽ നമുക്ക് ഞാനിതിന്റെ എല്ലാ ഇതിന്റെ ആ ഒരു അംഗനവാടി ഉണ്ടാക്കിയതിലുള്ള എല്ലാ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തത് നമ്മുടെ പ്രിയപ്പെട്ട ദാസേട്ടൻ. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ശ്രമം കൊണ്ട് മാത്രമാണ് നമുക്ക് ഇനി ഒരുപാട് കടമ്പകൾ വരും. ഇനി വാർത്തകൾ ചുരുക്കത്തിൽ. അന്താരാഷ്ട്ര ആയുർവേദ ശില്പശാലയും വിപണനമേളയും സമന്വയിപ്പിച്ച 3ാമത് രാജ്യാന്തര ആയുർവേദ സമ്മേളനം കോഴിക്കോട് നടക്കും. 2016 ജനുവരി 29 ആരംഭിക്കുന്ന മേള ഫെബ്രുവരി 2 അവസാനിക്കും. ഡോക്ടർമാർ, ഗവേഷകർ, ഔഷധ നിർമ്മാതാക്കൾ, ആശുപത്രികൾ തുടങ്ങിയ ആയുർവേദ രംഗത്തെ വിവിധ മേഖലകളിൽ നിന്നുള്ളവർ സാമൂതിരിയുടെ മണ്ണിൽ ആദ്യമായി നടക്കുന്ന രാജ്യാന്തര ആയുർവേദ മേളയിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒയിസ്ക ഇന്റർനാഷണൽ നടത്തുന്ന 17ാമത് ഏഷ്യ പസഫിക് യൂത്ത് ഫോറം നവംബർ 21 മുതൽ 25 വരെ കോഴിക്കോട് നടക്കും. ജൈവ വൈവിധ്യം, പരിസ്ഥിതി ബോധവൽക്കരണത്തിലൂടെ എന്ന വിഷയത്തെ ആസ്പദമാക്കി നടക്കുന്ന സമ്മേളനത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നായി തെരഞ്ഞെടുക്കപ്പെട്ട 200ഓളം യുവതി യുവാക്കൾ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ വർഷത്തെ VT കുമാരൻ ഫൌണ്ടേഷൻ കാവ്യ പുരസ്കാരത്തിന് വീരാൻകുട്ടി അർഹനായി. വീരാൻകുട്ടിയുടെ കവിതകൾ എന്ന ഗ്രന്ഥത്തിനാണ് പുരസ്കാരം. 10,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരമെന്ന് ജൂറി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചില്ലറ വിൽപ്പന മേഖലയെയും വ്യാപാരികളെയും വ്യാപാര തന്ത്രങ്ങളുടെ വിവിധ മേഖലകളിൽ ബോധവൽക്കരിക്കുന്നതിന് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് കേരള റീറ്റെയിൽ സമിറ്റ് സംഘടിപ്പിക്കുന്നു. ഈ മാസം 6, 7 തീയതികളിൽ ഹൈലൈറ്റ് ബിസിനസ് പാർക്കിലെ കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന സെമിനാറിൽ ചില്ലറ വ്യാപാര മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കുളമ്പ് രോഗ പ്രതിരോധ തീവ്രയജ്ഞ പരിപാടിയുടെ ഭാഗമായുള്ള 19ാം റൌണ്ട് കുത്തിവയ്പ് ഈ വരുന്ന 7 മുതൽ 21 ദിവസം സംസ്ഥാനത്തൊട്ടാകെ നടക്കും. ഇതനുസരിച്ച് കോഴിക്കോട് ജില്ലയിലെ 1,00,000-ഓളം കന്നുകാലികളെയും 5,000-ഓളം പന്നികളെയും പ്രതിരോധ കുത്തിവയ്പ്പിന് വിധേയമാക്കണമെന്ന് മൃഗസംരക്ഷണ വകുപ്പ് അധികൃതർ അറിയിച്ചു. ജില്ലാതല ഉദ്ഘാടനം മാങ്കാവ് മൃഗാശുപത്രി വളപ്പിൽ മൃഗസംരക്ഷണ ഓഫീസർ ജോൺ കട്ടക്കയം നിർവഹിക്കും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അധ്യാപകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ നിരാഹാരമിരിക്കാൻ മുന്നിൽ താനുണ്ടാകുമെന്ന് ബിഷപ്പ് മാർ റെമീജിയസ് ഇഞ്ചനാനിയിൽ. ഭരണഭാഷ മലയാളമാക്കാൻ ശുപാർശ ചെയ്യുന്ന നിയമം നടപ്പിൽ വരുത്താത്തതിൽ പ്രതിഷേധിച്ച് സാംസ്കാരിക ലോകം നിസ്സഹകരണ സമരത്തിലേക്ക്.
സ്ത്രീ ശാക്തീകരണം പൂർണ്ണതയിലെത്തിക്കാൻ സ്ത്രീകൾ തൊഴിൽ രംഗത്ത് സജീവമാകണമെന്ന് വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി കുൽസു. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.